ഖബറിനെ ആദരിക്കേണ്ട, നിന്ദിക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇമാം റാസിയും പറഞ്ഞിട്ടില്ല. റാസി പറഞ്ഞത് ആദരിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ അവർ ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആദരിക്കാൻ പാടില്ല എന്ന് റാസി പറഞ്ഞിട്ടില്ല. കളവാണ്, പച്ചക്കള്ളാണ് നിങ്ങൾ പറഞ്ഞത്. ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടെ മഹാത്മാക്കളുടെ ഖബറിനെ ആരാധിക്കാൻ പാടില്ല എന്ന് ഇമാം റാസി എന്നല്ല ഒരൊറ്റ ആളും പറഞ്ഞിട്ടുണ്ട്. ഈ കളിക്കാം കച്ചക്കളവ് വീണ്ടും നിങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ്. الخلق بتعليم قبور الأكابر على اعتقاد إنهم إذا علموا قبورهم فإنهم يكون شفاء لهم عند الله. തന്നെയാണ് അല്ലാഹു പറഞ്ഞത്, റാസി പറഞ്ഞത്. എന്താ ഇതിൽ പറഞ്ഞത്? ഈ കാലഘട്ടത്തിലും മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കുന്നതിന്, എന്തിന്റെ വിശ്വാസത്തിൽ ഇവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്ന് ആദരിക്കുന്നതിനെ ഇതിനോട് തുല്യപ്പെടുത്തിയിട്ട് റാസി പറയുന്നത്. നിങ്ങൾ പൗതി മൂടുകയുള്ളൂ. നിങ്ങൾ അതിലുള്ളത് മുഴുവൻ വായിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ അർത്ഥം വെച്ചിട്ടില്ലല്ലോ. നിങ്ങളൊരു ആശയം വെക്കുക, എന്നിട്ട് നേരത്തെ ഉസ്താദിനെ അർത്ഥം പഠിച്ചോളൂ. നിങ്ങളെ പണ്ട് പയ്യോളിന്ന് പഠിപ്പിച്ചതാണ്, നിങ്ങൾ മറന്നിക്കണ്. ഞാൻ മറന്നിട്ടില്ല. അന്ന് ഞാൻ ശരിക്ക് പഠിപ്പിച്ചു വിട്ടതാണ്. ഇപ്പോഴും നിങ്ങൾ കടന്ന് തിരിയാണ് ഇതുമ്പോ കടന്നിട്ട് ഈ താളീമുൽ ഖുബൂർ പറഞ്ഞിട്ട് നിങ്ങൾ കബറുമ്പോ തിരിയേണ്ടി വരും. എനിക്കറിയാം, പയ്യോളി തന്നെ നമ്മളെ പറഞ്ഞത് തന്നെ, പയ്യോളി തന്നെയാണ് എനിക്ക് ഓർമ്മ ഉള്ളത്. ഞാൻ മറന്നിട്ടില്ല, എനിക്ക് നല്ല ഓർമ്മ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം എന്ന് പറയാം, നിങ്ങൾക്ക് ഒന്നുകൂടി പഠിപ്പിച്ചു തരാം. ഞാൻ നന്നായി പഠിപ്പിച്ചതാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ആ ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ എന്നോട് തെറ്റിദ്ധരിക്കരുത്. വനദീറുഹു അർത്ഥം വെക്കാം. വനദീറുഹു അതിന് തുല്യമായത്. ഏതിന് തുല്യമായത്? ഏതിന് തുല്യമായത്? അതിന്റെ മുമ്പ് പറഞ്ഞിട്ട് ഇമാം റാസി, അന്നഹും മക്കയിലെ മുശ്രിക്കുകൾ വളഉ ഹാദിഹിൽ അസ്നാമ ഈ ബിംബങ്ങളെ അവർ വെച്ചു, വൽ ഔസാന വിഗ്രഹങ്ങളെയും, അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം അംബിയാക്കളുടെയും അവരുടെ നേതാക്കളുടെയും രൂപത്തിലായിട്ട് വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും സ്ഥാപിച്ചു മക്കയിലെ മുശ്രിക്കുകൾ. എന്നിട്ട് ഇമാം റാസി പറയുകയാണ്, വസഅമു മക്കയിലെ മുശ്രിക്കുകൾ വാദിക്കുകയും ചെയ്തു, അന്നഹും അവര് മതസ്തഗലൂ ബിഇബാദത്തി ഹാദിഹി തമാസീലി ഈ ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ആരാധിക്കൽ കൊണ്ട് ജോലിയായാൽ, അതായത് ബിംബങ്ങൾക്കും ഈ വിഗ്രഹങ്ങൾക്കും ആരാധിച്ചാല് ഈ ബിംബങ്ങളും വിഗ്രഹങ്ങളും അവർക്ക് അള്ളാഹുവിന്റെ അരികിൽ ശുപാർശ ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. ഇങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തു. ശരിക്കും മനസ്സിലാക്കണം, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തപ്പോ എന്താ? ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും രൂപത്തിൽ അവരെന്തു ചെയ്തു? കല്ലുകളെയും വിഗ്രഹങ്ങളെയും പിന്നെ അമ്പിയാക്കളുടെയും നേതാക്കളുടെയും രൂപത്തിൽ കല്ലുകളെയും ബിംബങ്ങളെയും ഉണ്ടാക്കി. എന്നിട്ട് അവർ വിശ്വസിച്ചു ഈ കല്ലുകൾക്ക്, ഈ ബിംബങ്ങൾക്ക് ആരാധന നടത്തിയാൽ, നോക്കണേ, ഈ ബിംബങ്ങൾക്ക് കല്ലുകൾക്ക് ഇബാദത്ത് ചെയ്താൽ, അതിന് സുജൂദ് ചെയ്താൽ, അതിനോട് ദ്വാരന്നാല്, അതിനോട് പ്രാർത്ഥിച്ചാല് അവകൾ നമുക്ക് ശുപാർശ ചെയ്യും എന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ ഒരു വിഭാഗത്തിന്റെ പരിപാടിയാണ്. ഇത് റാസി ഇമാം പറയാണ്, ഇതിന് സമാനമാണ് എന്നാ ഇനി റാസി പറയുന്നത്. നോക്കണേ, ഇതിന് സമാനാണോ സുന്നികൾ മമ്പറത്തും അതുപോലെ പുത്തമ്പള്ളിയിലും പോയി അവിടുത്തെ മക്ബറയിൽ ഇത് വിഗ്രഹമാണെന്നോ, ഇതിന് ഇബാദത്തിന് അർഹരാണെന്നോ? ഇതിന് ഇബാദത്ത് ചെയ്യുകയോ ചെയ്യുന്നേ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അടിമയാണെന്നും വലിയാണെന്നും നബിയാണെന്നും മഹാത്മാവാണെന്നും വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നതും അവിടെ ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ. ഇതിന് ആരാധിക്കാൻ പറ്റുന്നോ? ഇതിന് ഇബാദത്ത് ചെയ്താൽ നടക്കുന്നോ? ഇത് ശഫാഅത്ത് ചെയ്തു നമ്മളാരും വിശ്വസിക്കുന്നേ ഇല്ല. മമ്പറം തങ്ങൾക്കോ പുത്തമ്പള്ളിയിലുള്ള ആൾക്കോ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്നിട്ട് നമ്മളെ മേൽ ചാർത്തുക. ഇതന്നെ റാസി പറഞ്ഞത് ശുദ്ധ കളവാണ്. സഹോദരന്മാരെ, റാസി ഇമാം പറയട്ടെ, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് സമാനമാണ്. നെളീർ എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായത് എന്നാ. അതന്നെ നല്ല തുല്യമായതാണ്. എന്താണ്? കുറെ ആളുകൾ ജോലിയായിട്ടുണ്ട് അവരുടെ നേതാക്കളുടെ ഖബറിനെ തഅളീബ് ചെയ്യൽ കൊണ്ട് ജോലിയായിട്ടുണ്ട്. എന്താണ് അവരുടെ വിശ്വാസമെന്നോ? ആ ആളുകൾ അവരുടെ ഖബറുകളെ തഅളീബ് ചെയ്താൽ,
തഅളീബ് ചെയ്താൽ ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്, ആ വിഗ്രഹങ്ങൾ അല്ല, ആ ഖബറിലുള്ള ആളുകൾ അവർക്ക് ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഖബറുകളെ തഅളീബ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. ആ ആളുകളുടെ പ്രവർത്തനവും മക്ക മുശ്രിക്കുകളുടെ പ്രവർത്തനത്തിന്റെ സമാനമായതാണ്. മക്ക മുശ്രിക്കുകളുടെ പ്രവർത്തനം എന്താ? ആ മക്കയിലുള്ള ആ ബിംബത്തിന്, വിഗ്രഹത്തിന് ആരാധന നിർവഹിക്കുക, ഇബാദത്ത് സമർപ്പിക്കുക. ആ ഇബാദത്തിന്റെ സമാനതയാണ് ഇപ്പുറത്തുള്ളത് എന്ന് പറയണമെങ്കിൽ ഇപ്പുറത്തും ഇബാദത്ത് വേണം, ഇപ്പുറത്തും ആരാധന വേണം. അപ്പോഴല്ലേ അതിന് സമാനമാവുള്ളൂ. അതാ പ്രശ്നം. നെളീർ എന്ന് പറഞ്ഞാൽ അതാണ്.